എടാ മോനെ, ജ്യൂസും കുലുക്കിയൊക്കെ കുടിച്ച് മടുത്തില്ല. ഇനി ഇങ്ങോട്ട് ഓടിയോ. നമ്മുടെ ബാംഗ്ലൂർ ജ്യൂസിൽ ലസ്സി ധമാക്ക ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞങ്ങൾ വ്ളോഗേഴ്സിന് നെഗറ്റീവ് കമന്റുകളെ പേടിക്കാതെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം ചില ഷോപ്പുകളിൽ ഒന്നാണ് ബാംഗ്ലൂർ ജ്യൂസി. കാരണം വിലക്കുറവ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, വൃത്തി. ബാംഗ്ലൂർ ജ്യൂസിലേക്ക് ധൈര്യമായിട്ട് കയറിയോ മക്കളെ. ലസ്സിയുടെ ഒരു മായിക ലോകം തന്നെ കാണിച്ചുതരാം. ലസ്സി എന്ന് പറയുമ്പോൾ ചുമ്മാ വെറും ലസ്സി അല്ല കേട്ടോ. 11 വെറൈറ്റി ലസ്സികൾ. ലസ്സിയും കുനാഫയും ഐസ്ക്രീമും പിസ്താഷ്യം തേനും ഒക്കെ ചേർത്താൽ ലസ്സി ഇങ്ങോട്ട് എടുക്കുമ്പോൾ എൻ്റെ സാറേ ഒരൊറ്റ സ്പൂണ് കഴിച്ചു കണ്ടല്ലോ, സ്വർഗ്ഗം ഇങ്ങനെ ചുറ്റും അങ്ങോട്ട് ഇറങ്ങി വരും. ഇത് ചുമ്മാ അങ്ങ് വിളിച്ചു പറയുന്നതല്ല കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ചേർത്ത് ഏറ്റവും ബെസ്റ്റ് കോംബോയിൽ ഏറ്റവും രുചികരമായ ലസ്സികളാണ് ബാംഗ്ലൂർ ജ്യൂസിൽ ഉണ്ടാക്കുന്നത്. ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളിലൊന്ന് റോസ് ലസ്സി. നല്ല ഒറിജിനൽ റോസ് പെറ്റൽസ് ഇട്ടുണ്ടാക്കുന്ന ഒരു ഒന്നൊന്നര ലസ്സി. ഇതങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോൾ റോസാപ്പൂ പോലെ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കും നമ്മൾ. അടുത്തത് മസാല പൂരി ലസ്സി. പഞ്ചാബിലെയൊക്കെ ചാട്ടും ലസ്സിയും ഒന്നിച്ച് കഴിച്ചൊരു ഫീല് കിട്ടും. അടുത്തത് ടെൻഡർ ലസ്സി. നല്ല ടെൻഡർ കോക്കനട്ട് അഥവാ കരിക്കൊക്കെ ഇട്ട് ഐസ്ക്രീമൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു ലസ്സി. എന്നടാ ഫീല്, സൂപ്പർ. അടുത്തത് റോ മാംഗോ ലസ്സി അഥവാ പച്ചമാങ്ങ ലസ്സി. എൻ്റെ മോനെ മസ്റ്റ് ട്രൈ ആണ്, അപാര രുചി കേട്ടോ. ദ കിങ് ഗുലാബ് ജാമുൻ ലസ്സി. എൻ്റെ മോനെ അടിപൊളി. അപ്പോൾ കേരളത്തിലും വിദേശത്തുമായിട്ടുള്ള എല്ലാ ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സിൻ്റെ ഔട്ട്ലെറ്റിലും ഈ ലസ്സി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓടിപ്പോയി കുടിച്ചോ, അടിപൊളിയാണ്.